അപ്പോൾ എല്ലാവർക്കും നെയ്യാർ എക്സ്പ്രസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഓഗസ്റ്റ് മാസം 15-ാം തീയതി മുതൽ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ എന്തായിരുന്നാലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഓക്കെ, നന്ദി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ഇതിനകത്ത് കറണ്ട് അഫെയർ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറണ്ട് അഫെയർ നമ്മൾ പോകും. അതോടൊപ്പം നമ്മൾ വീക്ക്ലി കറണ്ട് അഫെയർ എന്ത് ചെയ്യും, നമ്മൾ ഇതിനകത്ത് വീക്ക്ലി കറണ്ട് അഫെയർ പോകുന്നതായിരിക്കും. ഒപ്പം നമുക്ക് ഇമ്പോർട്ടൻസ് കറണ്ട് അഫെയർ ആയിട്ട് വരുന്ന പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൂടി നമ്മൾ എന്ത് ചെയ്യാം, ഇതിനകത്ത് നമുക്ക് പഠിച്ചു പോകാം. കൂടാതെ ഒന്ന് രണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക്, സമയം നിങ്ങൾക്ക് അത് മനസ്സിലാവും, ഒന്ന് രണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചു പോകാം. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യ ക്ലാസ് ആരംഭിക്കുകയാണ്. കറണ്ട് അഫെയറിൽ നിന്നാണ് നമ്മൾ ആദ്യ ക്ലാസ് ആരംഭിക്കുന്നത്. നമുക്കിന്ന് ഒരു കുഞ്ഞു ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, അറ്റ് എ ടൈം നോട്ടൊന്ന് എഴുതാൻ ശ്രമിക്കുക. PDF എന്തായിരുന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഴിയുന്നതും ഒന്ന് ജസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് എന്ത് ചെയ്യാം, പോവുക. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മൾ 71ാമത് നാഷണൽ ഫിലിം അവാർഡാണ് അല്ലെ. 2025 പ്രഖ്യാപിച്ചിരിക്കുന്ന 71ാമത് നാഷണൽ ഫിലിം അവാർഡ്. ഒരു രണ്ട് കാര്യങ്ങൾ. ഈ 71ാമത് നാഷണൽ ഫിലിം അവാർഡ് എന്ന് പറയുന്നത് 2023 സെൻസർ ചെയ്ത ചിത്രങ്ങളെയാണ് 2025 പ്രഖ്യാപിച്ചു എന്നുള്ളത് ആദ്യം നമ്മൾ ഓർത്തിരിക്കണം. അപ്പോ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുക 2023 ജനുവരി മാസം 1 മുതൽ 2023 ഡിസംബർ മാസം 31 വരെ സെൻസർ ചെയ്ത സിനിമകളെയാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ അവാർഡിൽ പ്രഖ്യാപിച്ചു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ മിക്കവാറൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനാര്, മികച്ച നടിയാര്. അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഈ പ്രാവശ്യത്തെ നമ്മൾ ഈ രണ്ട് പ്രധാന താരങ്ങൾക്ക് അല്ലെ, വിജയരാഘവനും ഒപ്പം നമുക്ക് നമ്മുടെ ഉർവശി എന്ന് പറഞ്ഞ നടിക്കും മികച്ച സഹനടിക്കും വിജയരാഘവനും മികച്ച സഹനടനുള്ള പുരസ്കാരങ്ങൾ എന്ത് ചെയ്തു, കൊടുത്തായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മികച്ച നടൻ ആര് എന്നുള്ളതാണ്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഇപ്രാവശ്യം മികച്ച നടനെ രണ്ടുപേരെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഷാരൂഖ് ഖാനും മറ്റൊന്ന് വിക്രാന്ത് മാസി അല്ലെ. ഷാരൂഖ് ഖാന്റെ ഏത് ചിത്രം എന്ന് ചോദിക്കുകയാണെങ്കിൽ ജവാൻ എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ അഭിനയത്തിനാണ്. മിക്കവാറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ജവാൻ എന്ന് പറഞ്ഞൊരു സിനിമ. ജവാൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഷാരൂഖ് ഖാൻ ഡബിൾ റോൾ ആയിരുന്നു. ജവാൻ സിനിമ സംവിധാനം ചെയ്ത വ്യക്തിയുടെ പേര് അരുൺ കുമാർ എന്നാണ്. അരുൺ കുമാർ. ഒരുപക്ഷെ നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ ആറ്റ്ലി എന്ന പേരിലായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അരുൺകുമാർ എന്നാണ്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചോദ്യം വരാം, ജവാൻ സിനിമ സംവിധാനം ചെയ്ത വ്യക്തി ആരെന്ന് ചോദിക്കുന്ന ആരാണ്, ആറ്റ്ലി ആണ്. ഒരുപക്ഷെ ആറ്റ്ലി ഓപ്ഷനിൽ ഇല്ലെങ്കിൽ എന്തുണ്ടായിരിക്കും, അരുൺകുമാർ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ. രണ്ടാമത് നമ്മൾ ഈ പറഞ്ഞ വിക്രാന്ത് മാസി അല്ലെ. ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ 12th ഫെയിൽ ആണ്. 12th ഫെയിൽ എന്ന് പറഞ്ഞൊരു ചിത്രമാണ്. 12th ഫെയിൽ എന്ന് പറയുന്നത് നമ്മൾ മിക്കവാറും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു മനോജ് കുമാർ ശർമ്മ എന്ന് പറയുന്ന ഒരു IPS കാരന്റെ എന്താ പറയുന്നത്, അദ്ദേഹത്തിന്റെ റിയൽ ലൈഫാണ് നമ്മൾ ഈ സിനിമയിലോട്ട് കണ്ടിട്ടുള്ളത്. ഈ 12th ഫെയിൽ എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വിനോദ് ചോപ്ര എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ചോപ്ര. ഓക്കെ. വിനോദ് ചോപ്ര സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമയാണ് 12th ഫെയിൽ. അനുരാഗ് പതക് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് 12th ഫെയിൽ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് റിവൈസ് ചെയ്തു. മികച്ച നടൻ രണ്ടുപേർക്കാണ്. ഒന്ന് ഷാരൂഖ് ഖാൻ, മറ്റൊന്ന് വിക്രാന്ത് മാസി. ഷാരൂഖ് ഖാന്റെ ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്, ജവാനാണ്. വിക്രാന്ത് മാസിയുടെ ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്, 12th ഫെയിൽ. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് മികച്ച നടിയിലോട്ടാണ് അല്ലെ. ഈ പ്രാവശ്യം മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് റാണി മുഖർജിക്കാണ്. റാണി മുഖർജി ഏതാണ് ചിത്രം എന്ന് ചോദിക്കുകയാണെങ്കിൽ മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് പറയുന്ന സിനിമയാണ്. മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിന് റാണി മുഖർജിക്ക് മികച്ച നടിക്കുള്ള 2025 പ്രഖ്യാപിച്ച 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്ന വ്യക്തി റാണി മുഖർജിയാണ്. ഇനി നമ്മളോട് ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ചോദ്യം, 2025 പ്രഖ്യാപിച്ച അല്ലെങ്കിൽ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ഫീച്ചർ ഫിലിം ഏതെന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഓപ്ഷനിൽ കാണുന്ന ഒരു ചോദ്യം, ഓപ്ഷനിൽ കാണുന്നത് ഒന്നുകിൽ നമുക്ക് ദ കേരള സ്റ്റോറി, തീർച്ചയായിട്ടും തരും കേരള സ്റ്റോറി. മറ്റൊന്ന് 12th ഫെയിൽ. നമുക്ക് കേരളത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയായിരുന്നു കേരള സ്റ്റോറി. പക്ഷേ ഏറ്റവും മികച്ച ഫീച്ചർ ഫിലിം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ തെറ്റരുത്, അത് 12th ഫെയിൽ ആണ്. 12th ഫെയിൽ ആണ്. കേരള സ്റ്റോറിക്ക് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ച സിനിമയാണ് കേരള സ്റ്റോറി. പലർക്കും തെറ്റുന്ന ഒരു കാര്യം കൂടിയാണ് 12th ഫെയിൽ ആണോ കേരള സ്റ്റോറി ആണെന്നത്. ഓക്കെ.
അപ്പൊ നമ്മളിവിടെ ഫെയിൽ ആവരുത്. മികച്ച ഫീച്ചർ ഫിലിം ഏതെന്ന് ചോദിക്കണമെങ്കിൽ ഏതാണ്? 12th ഫെയിൽ ആണ്. 12th ഫെയിൽ ആര് സംവിധാനം ചെയ്തു എന്ന് ചോദിക്കണമെങ്കിൽ വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത സിനിമയാണ് 12th ഫെയിൽ. അദ്ദേഹം തന്നെയാണ്, അദ്ദേഹത്തോടൊപ്പം യശ് കുമാർ കോഹ്ലി എന്ന് പറഞ്ഞൊരു വ്യക്തിയും കൂടിയാണ് ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത്. സോ തിരക്കഥ റിട്ടേൺ ബൈ വിധു വിനോദ് ചോപ്ര ആൻഡ് യശ് കുമാർ കോഹ്ലി. അല്പം മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു ഇതൊരു പുസ്തകത്തെ ആധാരമാക്കി പുറത്തിറങ്ങിയ ഒരു സിനിമയും കൂടിയാണ് 12th ഫെയിൽ എന്ന് പറഞ്ഞൊരു സിനിമ, അല്ലെ? മനോജ് ശർമ്മ എന്ന് പറയുന്ന IPS കാരന്റെ അദ്ദേഹത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമയും കൂടിയാണ് 12th ഫെയിൽ. ഇത് ആര് പുസ്തകം എഴുതിയെന്ന് ചോദിക്കണമെങ്കിൽ അനുരാഗ് പഥക്കാണ്. ഒന്ന് നോക്കി വെച്ചിരുന്നോടാ, അനുരാഗ് പഥക്ക്. 12th ഫെയിൽ എന്ന് പറഞ്ഞ പുസ്തകം ആരെഴുതി? അനുരാഗ് പഥക്കിന്റെ ചിത്രമാണ് 12th ഫെയിൽ എന്ന് പറയുന്ന പുസ്തകം അനുരാഗ് പഥക്കാണ്. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് മികച്ച സംവിധായകൻ. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകൻ ആരെന്ന് ചോദിച്ചാൽ സുദീപ് തോസൻ. അദ്ദേഹത്തിന് മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം നേടിയ ചിത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ കേരള സ്റ്റോറി. നമുക്ക് ഒത്തിരി ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രം കൂടിയായിരുന്നു ദ കേരള സ്റ്റോറി. അപ്പൊ കേരള സ്റ്റോറിക്ക് ഏതാണ് പുരസ്കാരം എന്ന് ചോദിച്ചാൽ ഏതാണ് പുരസ്കാരം? മികച്ച സംവിധായകനാണ് കേരള സ്റ്റോറിക്ക് ലഭിച്ചിരിക്കുന്നു. ആർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് ചോദിക്കണമെങ്കിൽ ആർക്കാണ്? സുദീപ് തോസനാണ് ലഭിച്ചിരിക്കുന്നത്. അതേ കേരള സ്റ്റോറിയുടെ ഛായാഗ്രഹണത്തിന് ആർക്ക് ലഭിച്ചിരിക്കുന്നു? പ്രശാന്തനു മഹാപാത്ര. 2 പുരസ്കാരങ്ങളാണ്, പ്രധാനപ്പെട്ട 2 പുരസ്കാരങ്ങളാണ്. ഒന്ന് ഛായാഗ്രഹണം, മറ്റൊന്ന് സംവിധാനം. സംവിധാനം നമുക്ക് ഇതിനകത്ത് വെരി ഇമ്പോർട്ടന്റ് ആണ്, നമ്മളോട് ചോദിക്കാം. അപ്പൊ സംവിധാനം ആര് ചെയ്തിരിക്കുന്നു? സംവിധാനം സുദീപ് തോസൻ. ഏതാണ് ചിത്രം എന്ന് ചോദിച്ചാൽ കേരള സ്റ്റോറിക്കാണ് മികച്ച സംവിധാനത്തിന് സുദീപ് തോസനിന് ലഭിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാണ്. നടൻ 2 പേർക്ക് ലഭിച്ചു എന്ന് നമ്മൾ പഠിച്ചു. ഒന്ന് ഷാരുഖ് ഖാൻ, മറ്റൊന്ന് വിക്രാന്ത് മാസി. ഷാരുഖ് ഖാന്റെ ചിത്രം ചോദിക്കുകയാണെങ്കിൽ ജവാനാണ്. വിക്രാന്ത് മാസിയുടെ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ 12th ഫെയിൽ. നടി റാണി മുഖർജിയാണ്. മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിനാണ്. മികച്ച ചിത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12th ഫെയിൽ ആണ് മികച്ച ചിത്രം. മികച്ച സംവിധായകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുദീപ് തോസൻ. ഏതാണ് ചിത്രം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ദ കേരള സ്റ്റോറിയാണ്. അറിഞ്ഞിരിക്കുക മികച്ച സഹനടൻ. ഈ പ്രാവശ്യം 2 പേർക്കാണ് മികച്ച സഹനടനുള്ള പുരസ്കാരം കൊടുത്തിരിക്കുന്നത്. ഒന്ന് വിജയരാഘവൻ, മറ്റൊന്ന് മുത്തുപ്പേട്ടെ സോമു ഭാസ്കർ. മുത്തുപ്പേട്ടെ സോമു ഭാസ്കർ തമിഴ് നടനാണ്, തമിഴ് നടൻ. കെ അദ്ദേഹത്തിന് ഏത് ചിത്രത്തിന്റെ അഭിനയത്തിന് കിട്ടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ പാർക്കിംഗ് എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിനാണ്. പാർക്കിംഗ്. കെ രാംകുമാർ ബാലകൃഷ്ണൻ സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് പാർക്കിംഗ് എന്ന് പറയുന്നത്. രാംകുമാർ ബാലകൃഷ്ണൻ. കെ പക്ഷെ നമുക്ക് ഇമ്പോർട്ടന്റ് ഏതാ? മലയാള നടനായിരിക്കുന്ന വിജയരാഘവൻ തന്നെയാണ്. ഏതാണ് ചിത്രം എന്ന് ചോദിക്കുകയാണെങ്കിൽ പൂക്കാലം എന്ന് പറയുന്ന ചിത്രമാണ്, അല്ലെ? ഗണേഷ് രാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് പൂക്കാലം. ആ പൂക്കാലം എന്ന് പറയുന്ന ചിത്രത്തിന്റെ അഭിനയത്തിനാണ് വിജയരാഘവന് മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നു. മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്ന 5ാമത്തെ മലയാളിയാണ് വിജയരാഘവൻ. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചോളുക. മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്ന 5ാമത്തെ നടൻ കൂടിയാണ് വിജയരാഘവൻ. ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ആദ്യം ലഭിച്ചിരിക്കുന്ന വ്യക്തി, മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി, അത് നെടുമുടി വേണു. 2ാമത് തിലകൻ. 3ാമത് ബിജു മേനോൻ. 4ാമത് ഫഗത് ഫാസിൽ. 5ാമത് ഇപ്പൊ പറഞ്ഞ വിജയരാഘവൻ. നെടുമുടി വേണുവിന് ഹിസൈനസ് അബ്ദുള്ള എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. തിലകന് ഋതുഭേദം എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. ബിജു മേനോന് അയ്യപ്പനും കോശിയും. ഫഹദ് ഫാസിലിന് തൊണ്ടി മുതലും ദൃസാക്ഷിയും എന്ന് പറയുന്ന സിനിമയ്ക്കാണ് സഹനടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ സഹനടൻ വിജയരാഘവൻ, ചിത്രം പൂക്കാലം. ഒപ്പം ആർക്ക് ലഭിച്ചിരിക്കുകയാണ്? മുത്തുപ്പേട്ടെ സോമു ഭാസ്കർ. ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ പാർക്കിംഗ് എന്ന് പറയുന്ന സിനിമയാണ്. ക്ലിയർ? നമ്മൾ മുന്നോട്ട് പോകുന്നു. മികച്ച സഹനടി. മികച്ച സഹനടി ഉർവശിക്ക് ലഭിച്ചിരിക്കുകയാണ്, അല്ലെ? മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉർവശിക്ക് 2ാം തവണയാണ് ലഭിച്ചിരിക്കുന്നത്. 2ാം തവണ. ഉർവശിക്ക് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ആദ്യം ലഭിച്ചിരിക്കുന്നത് അച്ചുവിന്റെ അമ്മ എന്ന് പറയുന്ന ഒരു സിനിമയുടെ അഭിനയത്തിനായിരുന്നു. 2005 ശേഷം 2025 ലഭിച്ചിരിക്കുന്നു. 2025 ഏതാണ് ചിത്രം എന്ന് ചോദിക്കണമെങ്കിൽ അത് ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്തിരിക്കുന്ന ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയാണ്. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിനാണ് ഉർവശിക്ക് ലഭിച്ചിരിക്കുന്നത്.
മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി KPSC ലളിതയാണ്. KPSC ലളിതയ്ക്ക് 1990 KPSC ലളിതയ്ക്ക് ലഭിക്കുന്നു. KPSC ലളിതയ്ക്ക് അതിനുശേഷം 2000 KPSC ലളിതയ്ക്ക് ലഭിച്ചായിരുന്നു. 2000 അമരം എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിന് ഏകദേശം ഒരു 7 മലയാളി വനിതകൾക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 7 തവണ മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 7 തവണ മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യം KPSC ലളിതയ്ക്കാണ് 1990 KPSC ലളിതയ്ക്ക് ലഭിക്കുന്നു. പിന്നെ ശാന്താദേവിക്ക്, പിന്നീട് ആറന്മുള പൊന്നമ്മയ്ക്ക് ലഭിക്കുന്നു, ഉർവശിക്ക് ലഭിക്കുന്നു, കൽപ്പനയ്ക്ക് ലഭിക്കുന്നു, അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ 2025 ഒരു മലയാളിക്ക് ലഭിക്കുന്നു, അത് ഉർവശിയാണ്. ചിത്രം ഏതെന്ന് ചോദിക്കണമെങ്കിൽ ഏതാണ്? ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ. അതോടൊപ്പം ഉർവശിയോടൊപ്പം മികച്ച സഹനടിക്കുള്ള പുരസ്കാരം നേടിയ മറ്റൊരു വ്യക്തിയാണ് ജാനകി ബോഡിവാല. ചിത്രം ചോദിക്കുകയാണെങ്കിൽ വർഷാണ്. ഈ വർഷ എന്ന് പറയുന്ന ചിത്രം ഒരു ഗുജറാത്തി മൂവിയാണ്. ഒന്ന് നോക്കി വെച്ചോട്ടോ, ഒരു ഗുജറാത്തി മൂവിയാണ് വർഷ എന്ന് പറയുന്ന സിനിമ. ആ വർഷ എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിനാണ് ആർക്ക് ലഭിച്ചിരിക്കുന്നത്? ജാനകി ബോഡിവാല, അല്ലെങ്കിൽ ജാനകി ബോഡിവാല എന്നൊക്കെ നമുക്ക് തരാം, അവർക്ക് ലഭിച്ചിരിക്കുന്നു. ചിത്രം ഏതെന്ന് ചോദിക്കണമെങ്കിൽ ഏതാണ്? വർഷാണ്. അവസാനം പറഞ്ഞ 4 കാര്യം ഞാനൊന്ന് പെട്ടെന്ന് ട്രേസ് ചെയ്യണേ. മികച്ച സഹനടൻ 2 പേർക്ക് നമ്മൾ കൊടുത്തു. വിജയരാഘവനും കൊടുത്തു, മറ്റൊന്ന് മുത്തുപേട്ടൈ സോമഭാസ്കർ. വിജയരാഘവന്റെ ചിത്രം പൂക്കാലം, മുത്തുപേട്ടൈ സോമഭാസ്കറിന്റെ ചിത്രം ചോദിക്കുകയാണെങ്കിൽ പാർക്കിംഗ് ആണ്. ശേഷം മികച്ച സഹനടി 2 പേർക്ക് നമ്മൾ കൊടുത്തായിരുന്നു. ഒന്ന് ഉർവശി, ചിത്രം ഉള്ളൊഴുക്കാണ്. മറ്റൊന്ന് ജാനകി ബോഡിവാല, ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ വർഷാണ്. വർഷ ഒരു ഗുജറാത്തി ഫിലിമാണ്. ഈ 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച അനിമേഷൻ മൂവി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹാനുമാൻ എന്ന് പറയുന്ന തെലുങ്ക് മൂവിയാണ്. ഒരു തെലുങ്ക് മൂവിക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് മലയാളത്തിനായിരുന്നു. എ കോക്കനട്ട് ട്രീ എന്ന് പറയുന്ന ഒരു അനിമേഷൻ മൂവിക്കായിരുന്നു. സംവിധാനം ചെയ്തിരിക്കുന്നത് ജോഷി ബെനഡിക്റ്റ് എന്ന് പറഞ്ഞ ഒരു മലയാളി സംവിധാനം ചെയ്തായിരുന്നു. ഇപ്രാവശ്യം ഹനുമാൻ എന്ന് പറയുന്ന തെലുങ്കിനാണ് ലഭിച്ചിരിക്കുന്നത്. സംവിധാനം ആരെന്ന് ചോദിച്ചാൽ പ്രശാന്ത് വർമ്മയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ ബെസ്റ്റ് അനിമേഷൻ മൂവി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഹനുമാൻ ആണ്. അത് തെലുങ്ക് മൂവിയാണ്. ഒപ്പം ബെസ്റ്റ് മികച്ച ഷോർട്ട് ഫിലിം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗിദ്ദാണ്. ഗിദ് ദ സ്കാവെഞ്ചർ എന്ന് പറയുന്നതാണ് ഇപ്രാവശ്യത്തെ മികച്ച ഷോർട്ട് ഫിലിമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു ഹിന്ദി ഷോർട്ട് ഫിലിമാണ്. ഗിദ് ദ സ്കാവെഞ്ചർ എന്ന് പറയുന്ന ഒരു ഹിന്ദി ഷോർട്ട് ഫിലിമാണ്. മകൻ മരിച്ചുപോയി, അതിനുശേഷം അച്ഛൻ ജോലിക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പ്രസിദ്ധമായിരിക്കുന്ന ഒരു കഥയാണ് ഗിദ് ദ സ്കാവെഞ്ചർ എന്ന് പറയുന്നത്. അതായിരുന്നു മികച്ച ഷോർട്ട് ഫിലിമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രാവശ്യത്തെ മികച്ച ഗായകനും ഗായികയും തിരഞ്ഞെടുക്കാം. മികച്ച ഗായിക 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗായിക ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ശില്പാ റാവു ആണ്. ജവാൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഗാനാലാപനത്തിനായിരുന്നു ശില്പാ റാവുവിന് മികച്ച ഗായിക. മികച്ച ഗായകൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ PVNS രോഹിത് ആണ്. ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ബേബി എന്ന് പറയുന്ന തെലുങ്ക് ചിത്രത്തിനാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഗായിക ശില്പാ റാവു, ഗായകൻ രോഹിത് ആണ്. അനിമേഷൻ മൂവി ചോദിക്കുകയാണെങ്കിൽ ഹനുമാൻ ആണ്. ഷോർട്ട് ഫിലിം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗിദ്ദ എന്ന് പറയുന്ന ഹിന്ദി ഷോർട്ട് ഫിലിമാണ്. ഒന്ന് ഓർത്ത് വെച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതോടൊപ്പം ഇപ്രാവശ്യം നമുക്ക് മലയാളത്തിന് കിട്ടിയിരിക്കുന്ന 1-2 പുരസ്കാരം കൂടി എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. അതിൽ മലയാളത്തിലെ മികച്ച മലയാള സിനിമ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉള്ളൊഴുക്കാണ്. ആ ചിത്രത്തിന്റെ അഭിനയത്തിനാണ് ആർക്ക് ലഭിച്ചിരിക്കുന്നത്? ഉർവശിക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു, ഉള്ളൊഴുക്ക്. ഇനി ഈ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച എഡിറ്റർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ മിഥുൻ മുരളിയാണ്. ഏതാണ് ചിത്രം എന്ന് ചോദിക്കുകയാണെങ്കിൽ പൂക്കാലം എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. ആ പൂക്കാലത്തിൽ അഭിനയിച്ചതിനാണ് വിജയരാഘവന് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. പൂക്കാലം എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇനി ഇതാ നോക്കിയും മികച്ച പ്രൊഡക്ഷൻ ഡിസൈനിങ് മോഹൻദാസിനാണ്. ഏതാണ് ചിത്രം എന്ന് ചോദിക്കുകയാണെങ്കിൽ 2018 എവരി വൺ ഈസ് എ ഹീറോ എന്ന് പറയുന്ന ചിത്രം നമ്മളെല്ലാം കണ്ടിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. 2018 എവരി വൺ ഈസ് എ ഹീറോ എന്ന് പറയുന്ന ചിത്രം അല്ലെ, ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണ് 2018 എവരി വൺ ഈസ് എ ഹീറോ എന്ന് പറയുന്ന ചിത്രം. അതിലെ പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിനാണ് മോഹൻദാസിന് മികച്ച പ്രൊഡക്ഷൻ ഡിസൈന് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. ഇനി മലയാളത്തിന് 2 പുരസ്കാരം കൂടിയുണ്ട്. അതിൽ പ്രത്യേക ജൂറി പരാമർശം നേടിയിരിക്കുന്ന ഡോക്യുമെന്ററി ഏതെന്നാണ്. പ്രത്യേക ജൂറി പരാമർശം നേടിയിരിക്കുന്ന ഡോക്യുമെന്ററി ചോദിക്കണമെങ്കിൽ നേക്കൽ എന്ന് പറയുന്ന ഡോക്യുമെന്ററിയാണ്. ഈ ഡോക്യുമെന്ററിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് സംവിധാനം ചെയ്തത് MK രാംദാസ് ആണ്. നമ്മുടെ നെല്ലച്ചൻ എന്നറിയപ്പെടുന്ന ചെറുവയൽ രാമൻ അല്ലെ, പത്മശ്രീ പുരസ്കാരം അദ്ദേഹത്തിന് 2023
രാജ്യം അദ്ദേഹത്തിന് നൽകി. ആ പത്മശ്രീ പുരസ്കാര ജേതാവായിരിക്കുന്ന ചെറുവയൽ രാമന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിരിക്കുന്ന ഒരു ഡോക്യുമെന്ററിയാണ് നേക്കൽ എന്ന് പറയുന്നത്. അതിനായിരുന്നു പ്രത്യേക പരാമർശം നേടിയിരിക്കുന്ന ഡോക്യുമെന്ററി മലയാളത്തിൽ നിന്നുള്ളതാണ് നേക്കൽ. ആരുടെ ജീവചരിത്രത്തെ ആസ്പദമാക്കി എന്ന് ചോദിക്കുകയാണെങ്കിൽ ചെറുവയൽ രാമനാണ്. അദ്ദേഹത്തെ നമ്മൾ നെല്ലച്ചൻ എന്ന പേരിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വിശേഷിപ്പിക്കുന്നത്. ഒന്ന് നോക്കി വെച്ചുകൊള്ളുക. സംവിധാനം ചെയ്തിരിക്കുന്നത് MK രാംദാസ് ആണ്. പിന്നെ ഉള്ളത് റീ റെക്കോർഡിങ്ങിനാണ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ റീ റെക്കോർഡിങ്ങിന് MR രാജകൃഷ്ണനാണ് ലഭിച്ചിരിക്കുന്നത്. ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അനിമൽ എന്ന് പറയുന്ന മൂവിക്കാണ്. സന്ദീപ് റെഡ്ഡി സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു മൂവിയും കൂടിയാണ് അനിമൽ എന്ന് പറയുന്ന മൂവി. അതിനായിരുന്നു അദ്ദേഹത്തിന് ഇപ്രാവശ്യം എന്ത് ചെയ്യുന്നു, റീ റെക്കോർഡിങ്ങിന് പുരസ്കാരം ലഭിച്ചു എന്നുള്ളതായിരുന്നു. അപ്പോ മികച്ച മലയാള ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ മാറിപ്പോരുത്, അത് ഉള്ളൊഴുക്കാണ്. മികച്ച എഡിറ്റർ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ മിഥുൻ മുരളിയാണ്, ചിത്രം പൂക്കാലം. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനിങ് ചോദിക്കുകയാണെങ്കിൽ അത് മോഹൻദാസ് ആണ്. ഏതാണ് 2018 എവരിവൺ ഈസ് എ ഹീറോ. പ്രത്യേക ജൂറി പരാമർശം നേടിയിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ നേക്കൽ എന്ന് പറയുന്ന ഡോക്യുമെന്ററിയാണ്. അത് MK രാംദാസ് സംവിധാനം ചെയ്തതാണ്. നമ്മൾ മിക്കവാറും കേട്ടിട്ടുള്ളത് PK രാംദാസിനെ ആയിരിക്കും. ഇത് MK രാംദാസ് സംവിധാനം ചെയ്തതാണ്. ചെറുവയൽ രാമന്റെ ജീവിതത്തെ ആസ്പദമാക്കി വന്നിരിക്കുന്നു. പിന്നെ മികച്ച റീ റെക്കോർഡിംഗ് ചോദിക്കുകയാണെങ്കിൽ MR രാജകൃഷ്ണൻ അനിമൽ എന്ന് പറയുന്ന മൂവിക്കാണ്. ഇനി അറിഞ്ഞിരിക്കണം, ഇപ്രാവശ്യത്തെ 2025 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ആരായിരുന്നു ജൂറി ചെയർമാൻ എന്ന് ചോദിച്ചാൽ അശുതോഷ് ഗോവാരിക്കർ ആണ്. അശുതോഷ് ഗോവാരിക്കർ ആയിരുന്നു ജൂറി ചെയർമാൻ. ഒത്തിരി നമ്മളൊക്കെ മലയാളത്തിൽ നിന്നും ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയും കൂടിയായിരുന്നു നമ്മുടെ സ്വന്തം ആടുജീവിതം എന്ന് പറയുന്ന സിനിമ. ആടുജീവിതത്തിന് നമ്മൾ പൃഥ്വിരാജിന് മികച്ച നടനുള്ള പുരസ്കാരമൊക്കെ ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ നമുക്ക് ലഭിച്ചില്ല. ഒട്ടനവധി പരാമർശങ്ങളെല്ലാം നമ്മൾ കേൾക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ് ഇതിന് കൊടുക്കാത്തത് എന്നുള്ളത്. അവസാനം അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പോരാ എന്നുള്ളതായിരുന്നു അവർ നൽകിയിരിക്കുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ആരായിരുന്നു ജൂറി ചെയർമാൻ? നമ്മളോട് PS ചോദിക്കാം. ജൂറി ചെയർമാൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അശുതോഷ് ഗോവാരിക്കർ ആയിരുന്നു ജൂറി ചെയർമാൻ. അപ്പൊ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കത് ഒന്നുകൂടി ഒന്ന് ക്യാച്ച് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ്സിനെ പറ്റിയുള്ള വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ഇതിന്റെ നോട്ട് ഞാൻ നമുക്കറിയാലോ NEYRC എന്നാണ്, NEYYAR NEYRC ആണ് നമ്മളെ ടെലിഗ്രാം ചാനല്. ഞാൻ അതിനകത്ത് ഇതിന്റെ നോട്ട് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ചാനലിന്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.